നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. TP ചന്ദ്രശേഖർ വധക്കേസിലെ പ്രതി കൊടിസുനിയുടെ പരോൾ റദ്ദു ചെയ്തു. വയനാട് മീനങ്ങാടി CIയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജൂലൈ 21-നാണ് കൊടിസുനിക്ക് 15 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചത്. മീനങ്ങാടി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യവസ്ഥ ലംഘിച്ചതിനാണ് പരോൾ റദ്ദാക്കിയത്. കൊടിസുനിയെ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. കൊടിസുനി ഉൾപ്പെടെയുള്ള TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ മദ്യം കഴിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് 3 പോലീസുകാർക്ക് സസ്പെൻഷൻ. AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വൈശാഖ്, വിനീഷ്, ജിഷ്ണു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള പ്രതികളെ കഴിഞ്ഞ 14-ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴാണ് സംഭവം. കൊടിസുനിയെ കൂടാതെ മുഹമ്മദ് റാഫി, ഷിനോജ് എന്നീ പ്രതികളും ഉണ്ടായിരുന്നതായാണ് വിവരം. ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ മദ്യം കഴിക്കാൻ അവസരമൊരുക്കിയെന്നാണ് പരാതി. ക്യാമ്പസുകൾ വിട്ട് റാഗിംഗ് തീവണ്ടികളിൽ നടക്കുന്നു. മംഗളൂരു കണ്ണൂർ പാസഞ്ചറിലാണ് റാഗിങ്ങും മർദ്ദനവും രൂക്ഷമായത്. റാഗിംഗ് തീവണ്ടി എന്നതിന് വിളിപ്പേര് തന്നെ വന്നു എന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് സ്വദേശിയായ മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജിലെ അധ്യാപകനെയും വിദ്യാർത്ഥികൾ ആക്രമിച്ചു. റാഗിംഗ് നടത്തിയ വിദ്യാർത്ഥികൾ കോച്ചിലുണ്ടായിരുന്ന അധ്യാപകന് നേരെ തിരിയുകയായിരുന്നു. മുഖത്ത് പരിക്കേറ്റ അധ്യാപകൻ ചികിത്സ തേടി. സംഭവത്തിൽ റെയിൽവേ പോലീസ് കേസെടുത്തു. കാസർഗോഡ് SP-യുടെ നിർദ്ദേശപ്രകാരം വണ്ടിയിൽ 2 പോലീസുകാരെ അധിക സുരക്ഷയ്ക്കായി നിയോഗിച്ചു. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ഉദ്ഘാടനത്തിനെത്തിയ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ അപായപ്പെടുത്താൻ ശ്രമം. കാട്ടാക്കട DYSP-യുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നിട്ടും കള്ളിക്കാട് ജംഗ്ഷനിൽ വെച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് വാഹനത്തിന്റെ മുന്നിലേക്ക് ചാടി. തടയാൻ ശ്രമിച്ച പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും വീണ്ടും മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലെത്തി വാഹനത്തിൽ അടിച്ചു. പോലീസ് പറഞ്ഞതനുസരിച്ച് വാഹനം പുറപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് മുന്നിലെത്തിയത്. പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതിനാൽ അപകടം ഒഴിവായി. പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ കൂടുതൽ പോലീസുകാരുണ്ടായിരുന്നിട്ടും കേന്ദ്രമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ കാര്യമായ വീഴ്ച സംഭവിച്ചു. നഗരത്തിൽ കോളേജ് വിദ്യാർത്ഥി 4 കിലോമീറ്ററോളം കാർ ഓടിച്ചു നടത്തിയ പരാക്രമത്തിൽ ഇടിച്ചു തെറിപ്പിച്ചത് 7 വാഹനങ്ങൾ. നിർത്താതെ പാഞ്ഞുപോയ കാർ പിന്നീട് മരത്തിലിടിച്ചു നിന്നു. പിന്തുടർന്നെത്തിയ നാട്ടുകാർ കാണുന്നത് അബോധാവസ്ഥയിൽ കാറിനുള്ളിൽ കിടക്കുന്ന വിദ്യാർത്ഥിയെ. സംഭവ സ്ഥലത്ത് തടിച്ചുകൂടിയ നാട്ടുകാരുടെ പ്രതിഷേധത്തിനും വിദ്യാർത്ഥി ഇരയായി. വിദ്യാർത്ഥി അബോധാവസ്ഥയിൽ വഴിയിൽ കിടക്കുന്ന ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. കോട്ടയത്തെ കോളേജ് വിദ്യാർത്ഥിയായ ജൂബിൻ ജേക്കബാണ് കാർ ഓടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. വ്യാഴാഴ്ച വൈകിട്ട് 5:30-യോടെയായിരുന്നു നഗരത്തെ മുൾമുനയിൽ നിർത്തിയ കാർ റേസിംഗ് തുടക്കം. KSUവിന്റെ മുൻ പ്രവർത്തകനാണ് ജൂബിൻ. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തി സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചതിന് ജൂബിനെ 2024-ൽ KSUവിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന 4 വയസ്സുകാരനെ പുലി ആക്രമിച്ചു. മലക്കപ്പാറയിൽ ആദിവാസി ഉന്നതിയിലെ കുടിലിൽ കയറിയാണ് പുലിക്കുട്ടിയെ ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. കുടുംബം ബഹളം വെച്ചപ്പോൾ പുലി ഓടിപ്പോയി. 4 വയസ്സുകാരനായ രാഹുൽ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കരസേനയുടെ ഉപമേധാവിയായ ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ് ഇന്ന് അധികാരമേൽക്കും. ലഫ്റ്റനന്റ് ജനറൽ NS രാജാ സുബ്രഹ്മണ്യയുടെ പിൻഗാമിയായാണ് സൈന്യത്തിന്റെ പാരച്യൂട്ട് റെജിമെന്റിലെ ഉദ്യോഗസ്ഥനായ ജനറൽ പുഷ്പേന്ദ്ര സിംഗ് നിയമിതനാകുന്നത്. സൈന്യത്തിൽ കഴിഞ്ഞ 35 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹം നിരവധി സൈനിക ഓപ്പറേഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മൃതദേഹം മറവ് ചെയ്തെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ സ്ഥലത്ത് ഇന്നും പരിശോധനകൾ തുടരും. ധർമ്മസ്ഥലയിലെ 6 പോയിന്റുകളിൽ പരിശോധന പൂർത്തിയാക്കി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് വനമേഖലയ്ക്ക് അകത്ത് തന്നെയുള്ള 7ാമത്തെ പോയിന്റിൽ കുഴിച്ച് പരിശോധന തുടങ്ങും. ഇന്നലത്തെ പരിശോധനയിലാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായി സാക്ഷി ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് നിന്ന് അസ്ഥികഷ്ണങ്ങൾ കിട്ടിയത്. 15 അസ്ഥിഭാഗങ്ങളാണ് കണ്ടെടുത്തത്. ഇതിന്റെ പല ഭാഗങ്ങളും പൊട്ടിയ നിലയിലാണ്. ഇതിലൊന്ന് പുരുഷന്റേതാണെന്ന് പ്രാഥമിക നിഗമനത്തിലാണ് ഫോറൻസിക് സംഘം. സ്പോട്ട് നമ്പർ 6-ൽ നിന്നാണ് അസ്ഥികൂടത്തിന്റെ ഭാഗം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. 2 അടി താഴ്ചയിൽ കുഴിച്ചപ്പോഴാണ് അസ്ഥികൾ കണ്ടെത്തിയത്. കിട്ടിയ 15 അസ്ഥിഭാഗങ്ങളും ബയോസേഫ് ബാഗുകളിലാക്കി FSL ലാബിലേക്ക് ഫോറൻസിക് പരിശോധനയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വിശദമായ 13 പോയിന്റുകളും പരിശോധിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ പ്രണബ് മൊഹന്തി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരു സ്വകാര്യ സ്കൂളിന്റെ ട്യൂഷൻ ഫീസ് ഷെഡ്യൂളിന്റെ ചിത്രം ഓൺലൈനിൽ വൈറലായി. സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് ഇത് തുടക്കമിട്ടു. ധർമ്മ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപകയായ അനുരാധ തിവാരി Xൽ സ്ക്രീൻഷോട്ട് പങ്കിട്ടിരുന്നു. നഴ്സറിയിൽ പോകുന്ന കുട്ടികളുടെ ക്ലാസുകൾക്ക് 2,51,000 രൂപയാണ് ചെലവ്. ABCD പഠിക്കാൻ ഇപ്പോൾ പ്രതിമാസം 21,000 രൂപ ചെലവാകും. പാറ്റ്നയ്ക്ക് സമീപമുള്ള ധനാപൂരിലെ നഗ്വ ഗ്രാമത്തിലെ വീട്ടിൽ 2 കുട്ടികളെ ജീവനോടെ കത്തിച്ചതായി ആരോപണം. 15 വയസ്സുള്ള പെൺകുട്ടിയുടെയും 10 വയസ്സുള്ള ആൺകുട്ടിയുടെയും കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്തിയ സംഭവം ഗ്രാമത്തിലെ എല്ലാവരെയും ഞെട്ടിച്ചു. കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം ആരോ തീ കൊളുത്തിയതായി ഇരകളുടെ കുടുംബാംഗങ്ങൾ ആരോപിച്ചു.
ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. കുട്ടികളുടെ പിതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ജോലി ചെയ്യുന്ന ആളാണെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും കൂടുതൽ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു. 17,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് കേസിൽ റിലയൻസ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അനിൽ അംബാനിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ഓഗസ്റ്റ് 5-ന് ന്യൂഡൽഹിയിലെ ED ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ ഹാജരാകാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബുധനാഴ്ച ട്രംപ് പാകിസ്ഥാനുമായി ഒരു പുതിയ കരാർ പ്രഖ്യാപിച്ചിരുന്നു. വമ്പിച്ച എണ്ണശേഖരം വികസിപ്പിക്കുന്നതിന് പിന്തുണ നൽകുമെന്ന് വാഷിംഗ്ടൺ പറഞ്ഞു. എന്നാൽ ഒരു ദിവസത്തിന് ശേഷം അദ്ദേഹം പാകിസ്ഥാനിൽ തീരുവ പ്രഖ്യാപിച്ചു. പുതുക്കിയ താരിഫ് പട്ടികയിൽ പാകിസ്ഥാൻ 29% നിന്ന് 19% കുറഞ്ഞു. പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള കാനഡയുടെ ഉദ്ദേശം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാധ്യമായ വ്യാപാര കരാറിന് ഒരു കരാർ ലംഘനമല്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഈ നീക്കത്തോടെ വ്യക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടും അവർ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അതാണ് അവരുടെ അഭിപ്രായം, എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒരു കരാർ ലംഘനമല്ല, പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ പ്രഖ്യാപനത്തിന് മറുപടിയായി ട്രംപ് പറഞ്ഞു. വെള്ളിയാഴ്ചത്തെ വ്യാപാര കരാറിന്റെ അവസാന തീയതിക്ക് മുമ്പായി ഡസൻ കണക്കിന് വ്യാപാര പങ്കാളികൾക്ക് ഉയർന്ന തീരുവ ചുമത്തുന്ന പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. US ബിസിനസ്സുകൾക്ക് അനുകൂലമായി ആഗോള വ്യാപാരം പുനർനിർമ്മിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ശ്രമം. ഓർഡർ അനുസരിച്ച് 69 വ്യാപാര പങ്കാളികൾക്ക് 10% നിന്ന് 41% ഉയർന്ന ഇറക്കുമതി തീരുവ നിരക്കുകൾ 7 ദിവസത്തിനുള്ളിൽ ആരംഭിക്കും. ഏറ്റവും കൂടുതൽ ബാധിച്ചത് ബ്രസീലിനെയും സിറിയയുമാണ്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.